എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം. ഭാഗവത മഹാത്മ്യത്തിലെ 2ാമത്തെ അധ്യായം പൂർത്തിയായി. അത് നമ്മൾ സാരം അർത്ഥമെല്ലാം മനസ്സിലാക്കി പാരായണം ചെയ്യാം. ശ്രീനാരദോവാച വൃഥാഖേദയസേ ബാലേ അഹോ ചിന്താതുരാഗതം ശ്രീകൃഷ്ണചരണാംബോജം സ്മരദുഃഖം ഗമിഷ്യതി ദ്രൗപദീ ച പരിത്രാത യേന ഗൗരവകസ്മലാത് പാരിതാംഗോ വസുന്ദര്യ സ കൃഷ്ണാകാവിനോഗതഃ ത്വം തു ഭക്തിപ്രിയാ തസ്യ സതതം പ്രാണദോദിക ത്വയാ ഹുതസ്തു ഭഗവാൻ യാതി നീജാം ഗൃഹേഷവീം സത്യാദിത്രിയുഗേ ബോധ വൈരാഗ്യോ മുനിസാധവോ കലോതു കേവലാഭദ്രേ ബ്രഹ്മസായുജ്യകാരിണി ഇതി നിശ്ചിത്തചിദ്രൂപ സദ്രൂപാം താം സസജ്ജഃ പരമാനന്ദചിന്മൂർത്തി സുന്ദരീം കൃഷ്ണവല്ലഭാം ബദ്ധാഞ്ജലിം ത്വയാമൃഷ്ടം കിം കരോമീതി ചൈകദാ ത്വാം തഥാ ജ്ഞാപയത് കൃഷ്ണോ മദ്ഭക്താൻ രോഷയേതി ച അംഗീകൃതം ത്വയാ തദ്വൈ പ്രസന്നോ ഭൂതരിസ്തദാ മുക്തിം ദാസീന്ദതോ തുഭ്യം ജ്ഞാനവൈരാഗ്യകാവിമോ പോഷണം സേനരൂപേണ വൈകുണ്ഠേത്വം കരോഷി ച ഭൂമോ ഭക്തവിഘോഷായ ഛായാരൂപം ത്വയാ കൃതം മുക്തിം ജ്ഞാനം വിരക്തിം ച സഹകൃത്വാഗതോ ഭുവി ഗൃഹാദി ദ്വാപരസ്യാന്തം മഹാനന്ദേന സംസിത ഫലോ മുക്തിക്ഷയം പ്രാപ്ത പാഖണ്ഡാമയ പീഡിത തദ്രാജ്ഞായ ഗതാ ശീഘ്രം വൈകുണ്ഠം പുനരേവ സ സ്മൃതാ ത്വയാ വിചാത്രൈവ മുക്തിരായാദിയാദി ച പുത്രേ കൃത്യ ത്വയേമൗ ച പാർശ്വേ സ്വസൈവ രക്ഷിതോ ഉപേക്ഷാദ കലോ മന്ദോ വൃദ്ധോ ജാതോ സുതോദവ തഥാപി ചിന്താമം ച ത്വമുപായതം ചിന്തയാമ്യഹം കലീനാ സദൃശക്കോപി യുഗോ നാസ്തി വരാനനെ തസ്മിൻ സ്വാം സാവയിഷ്യാമി ഗേഹേ ഗേഹേ ജനേ ജനേ അന്യധർമാശ്രിതസ്കൃത്യ പുരസ്കൃത്യ മഹോത്സവാൻ തഥാ നാഹം കരേര്യാസ്ദാസോ ലോകേ ത്വാം ന പ്രവർത്തയേ ത്വദന്യദാശയേ ജീവ ഭവിഷ്യന്തി കലാവിഹ പാവിനോപി ഗമിഷ്യന്തി നിർഭയം കൃഷ്ണമന്ദിരം യേഷാം ചിത്തേ വസേദ്ഭക്തി സർവദാ പ്രേമരൂപിണി നദേ പശ്യന്തി കീനാശം സ്വപ്നേഭ്യമലമൂർത്തയഃ ന പ്രേതോ ന പിശാചോ വാ രാക്ഷസോ വാസുരോപി വാ ഭക്തിയുക്തമനസ്കാനാം സ്പർശനേന പ്രഭുർഭവേത് ന തപോ ഭിന്നവൈരസ്യ ന ജ്ഞാനേനാപി കർമ്മണാം ഈർഹി സാധ്യതേ ഭക്ത്യ പ്രമാണം തത്ര ഗോപിക നൃണാം ജന്മസഹസ്രേണ ഭക്തോ പ്രീതിർഹി ജായതേ കലോ ഭക്തി ഭക്ത്യാ കൃഷ്ണപുരസ്ഥിതഃ ഭക്തിദ്രോഹകരായേ ച തേ സീദന്തി ജഗത്രയേ ദുർവാസ ദുഃഖമാപന്ന പുരാ ഭക്തവിനിന്ദക അലം വ്രതൈരലം തീർത്ഥേ അലം രോഗൈരലം മഹേ അലം ജ്ഞാനകഥാലാഭേ ഭക്തിരേകൈകമുക്തിദാം ശ്രീസൂതോവാച ഇതി നാരദനിർണീതം സമാഹാത്മ്യം നിശമ്യ സ സർവാംഗപുഷ്ടിസംയുക്ത നാരദം വാക്യമബ്രവീത് ശ്രീഭക്തിരുവാച അഹോ നാരദധന്യോऽസി പ്രീതിസ്തേ മയി നിശ്ചല ന കദാചിൻ വിമുഞ്ചാമി ചിത്തേ സ്ഥാസ്യാമി സർവദാ കൃപാലോ ന ത്വയാ സാധോ മദ്ബാധാത്വം സിദാക്ഷണാ പുത്രയോ ചേതനാനാസി തതോ ബോധയ ശ്രീസൂത ഉവാച തസ്യാവചസമാകർണ്യ കാരുണ്യം നാരദോ ഗതം തയോർബോധനമാരേഭേ കരാഗ്രേണ വിമർദയൻ മുഖം സംയോജ്യ കർണാന്തേ ശബ്ദമോച്ചേ സമുച്ചരൻ ജ്ഞാനപ്രബുദ്ധ്യാതാം ശീഘ്രം ദേ വൈരാഗ്യപ്രബുദ്ധ്യതാം
വേദവേദാന്തഘോഷൈശ്ച ഗീതാപാഠേ മുഹോ ബോധ്യമാനോ തദാ തേന കഥം ചിച്ചോദിതൗ ഫലാത് നേത്രേ അനവലോകന്തൗ ജൃംബന്തോ സാരസാവുകൗ ഭഗവത്പാലിതോ പ്രായ ശുഷ്കകാഷ്ടസമാംഗകൗ ക്ഷുക്ഷാമോദോ നിരീക്ഷൈവ പുനഃ സാമപരായണോ ഋഷിചിന്താപരോ ജാത കിം വിധേയം മയേതി ച അഹോ നിദ്രാ കഥം യാതി വൃദ്ധത്വം ച മഹത്തരം ചിന്തയന്നേതി ഗോവിന്ദം സ്മാരയാമാസ ഭാർഗവ വ്യോമവാണീ തദൈവാഭൂന്ന ഋഷേങ്കാദ്യതാമിതി ഉദ്യമസബലസ്ഥേയം ഭവിഷ്യതി ന സംശയഃ ഏതദർത്ഥം തു സത്കർമ്മ സുരക്ഷേതും സപരാപര തത്തേ കർമാ വിദാസ്യന്തി സാധവാ സാധുഭൂഷണാഃ തത്കർമ്മണി കൃതേ തസ്മിൻ സനിദ്രാവൃദ്ധദാനയോ ഗമിഷ്യതി ജനാൽ ഭക്തി സർവദാ പ്രസരിഷ്യതി ഇത്യാകാശവചസ്പഷ്ടം തസ്സർവൈരഭിവിശ്രുതം നാരദാ വിസ്മയം ലേപേ നേദം ജ്ഞാതമിതി ബ്രുവൻ. ശ്രീനാരദോവാച അനയാകാശവാണ്യാഭിः ഗോപ്യത്യേന നിരൂപിതം കിം വാ തത്സാധനം കാര്യം യേന കാര്യം ഭവേത്തയോ കോ ഭവിഷ്യതി സന്തസ്തി കഥം ദാസ്യന്തി സാധനം മയാത്ര കിം പ്രവർത്തവ്യം യഥോക്തം വ്യോമഭാഷയാ. നമോ ഭഗവതേ വാസുദേവായ.